ബൈജുചന്ദ്രൻ മാധ്യമപ്രവർത്തകൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ബൈജുചന്ദ്രൻ, ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും താങ്കൾക്കും പങ്കുവയ്ക്കാൻ ഉണ്ടാകുമല്ലോ. തീർച്ചയായും അദ്ദേഹമായിട്ട് കണ്ട വളരെ അടുത്ത ഒരു വ്യക്തിബന്ധം ഉണ്ടായിരുന്നു. മാത്രമല്ല പ്രൊഫഷണൽ ആയിട്ട് തന്നെ അദ്ദേഹം പിന്നെ വാർത്തകൾ തയ്യാറാക്കിക്കൊടുത്തുള്ള ഒരു രീതി നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് പിന്നെ രാമചന്ദ്രന്റെ യോഗം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള ഒരു നഷ്ടം എന്നുള്ളത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭാഷയുടെ ഒരു പ്രത്യേക കാലഘട്ടത്തിന്റെ ഒരു അസ്തമയമാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. ആ കാലഘട്ടം ചിലപ്പോൾ പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ അറിയുണ്ടാവില്ല. അദ്ദേഹം പിന്നീട് മറ്റ് പരിപാടികളിലൂടെ ഒക്കെ തന്നെ ചാനലുകളിൽ വന്നിട്ടുണ്ട്. പിന്നെ എന്നാൽ പോലും ആ വാർത്ത അവതരിപ്പിക്കുന്ന രീതിയിൽ ഉച്ചയ്ക്കുള്ള കൗതുക വാർത്തകളുടെ കണ്ടന്റ്, അതിലെ സവിശേഷമായ ചില പിന്നെ നീട്ടലും കുറുക്കലും ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ ആ പ്രത്യേക താളക്രമം, വായനയുടെ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഗൗരവപരമായ വാർത്ത അവതരിപ്പിക്കുന്നു. ഇതൊക്കെ തന്നെയും അദ്ദേഹം ഒരു വാർത്താവതാരകൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു ഐക്കൺ ആയിട്ട്, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിന്റെ പ്രതിനിധിയായിട്ട് ഒരു നിലകൊള്ളുന്ന ഒരാളാണ്. ഇതാണ് എനിക്ക് അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള പറയാനുള്ളത്. അദ്ദേഹം ഞാനും പിന്നെ പല ക്ലാസ്സുകളിലൊക്കെ ഒരുമിച്ച് പോകാനും അദ്ദേഹത്തെ ഈ പരിശീലനത്തിന്റെ രംഗത്തേക്ക് കൊണ്ടുവരാൻ വലിയൊരു പങ്ക് എനിക്കുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളിലും അദ്ദേഹം പുതിയ തലമുറയെ പഠിപ്പിക്കുമ്പോൾ അത് കാണാനും അത് കൗതുകത്തോടെ കേട്ടിരിക്കാനും ഒക്കെ ഉള്ളൊരു പിന്നെ അവസരം എനിക്കുണ്ടായിട്ടില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ ബൈജുചന്ദ്രൻ, താങ്കളുമായിട്ടുള്ള ഓർമ്മകൾ പങ്കുവെച്ചതിന്.